ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോൾ ഇൻ ലവിൻ്റെ 4th പാർട്ടാണ് കേട്ടോ. എപ്പിസോഡ് സ്റ്റാർട്ട് ആവാൻ തന്നെ നമ്മുടെ ഹീറോയിനെ കാണിച്ചാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ബുദ്ധിസ്റ്റ് ടെമ്പിൾ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ, അവളുടെ അമ്മയ്ക്ക് മര്യാദ കൊടുക്കണം. ആ ടൈമിലുള്ള 2 മാല വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ മാല എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ഇഞ്ചുറീസുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ആ മാല അവൾ ഒരെണ്ണം വാങ്ങുന്നത്, ഒരെണ്ണം അവൾക്ക് വേണ്ടിയിട്ടുണ്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് അവൾ വീട് കാണിക്കുന്നുണ്ട്. അവിടേക്കാണെങ്കിൽ ആ സ്ട്രേഞ്ചറെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും നമ്മുടെ ഗൂട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ സ്റ്റീവ് മാതിൻ്റെ കസിൻ ആയിരിക്കുമല്ലോ. എന്നിട്ട് ഗൂ ആണെങ്കിൽ പറയാനായിട്ട് നമ്മുടെ ഹീറോയിനെ അറ്റാക്ക് ചെയ്യാൻ വന്നൊക്കെ പറയുന്നുണ്ട് ടേബിളിൽ വെച്ചിട്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ സ്റ്റീവ് മദറിന് എന്തോ പോലെ അവൻ്റെ ആക്ച്വലി ആൾ പറഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഫാദറിനെ നല്ല ചീറ്റൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് സ്റ്റീവ് മദറിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണ് അവിടെ സ്റ്റീവ് സിസ്റ്റർ വന്നിട്ട് പറയാണ്, ഞാനാണ് ഇതിന് കാരണക്കാരി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിനോട് ജലസി മൂത്തി കഴിഞ്ഞിട്ട് അങ്കിളിനെ പറഞ്ഞു വെച്ചാൽ ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കേണ്ട. ഈ സമയത്ത് സ്റ്റേറ്റ് മദർ വന്നിട്ട് ഇവൾക്കൂടെ റെഡി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവളെന്ന് വെച്ചാൽ ആ സമയത്ത് ഇവളെ അമ്മേനെ സേവ് ചെയ്തായിരിക്കും. എന്നിട്ട് ഫാദർ പറയുന്നുണ്ട്, ഇനിമേൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നീ വീട്ടിന് പുറത്താന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളും ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സോറി പറയുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ ഹീറോയിനെ അറിയാം ഇവരെല്ലാവരും ഒത്തു കളിക്കുന്നതാണെന്ന്. ഈ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റർ മറ്റു ഇവളും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഫാദറിനോട് അടുത്ത് പറയുന്നുണ്ട് ഈ പ്രാവശ്യം പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാദറും ആന്ന് പറയുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഗൂവിൻ്റെ അടുത്ത് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൂ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, അതുകൊണ്ട് തന്നെ നീങ്ങി എൻ്റെ സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്തെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോൻ്റെ ഉള്ള പ്ലേസ് ഉണ്ടല്ലോ ആ മനുഷ്യരിൽ അവിടെ കേട്ടോ. അപ്പോൾ ഇവിടും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത് കേട്ടോ. ഹീറോയിൻ്റെ അടുത്ത് ഗൂ വന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിനെ അവളുടെ സെക്രട്ടറി ആക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഓക്കെ ഞാൻ എഗ്രി ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൂം പറയുന്നുണ്ട് അവളെ പ്രൊട്ടക്ഷൻ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവന് ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഫുഡ് കഴിക്കാതിരിക്കാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഗൂ ആണെങ്കിൽ അവൾ നോക്കുന്നുണ്ട്. അതായത് ഇന്നാണ് അവൾ ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ റെഡി എല്ലാം ചോദിക്കുമ്പോൾ അവളാന്ന് പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ അവൾ ഫാദർ പറയാണ് നമ്മുടെ ഹീറോയിനെ സ്റ്റെപ്പ് സിസ്റ്ററെ വിളിച്ചിട്ടുണ്ട്, ടാനിന് വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ടാനെന്ന് പറയുന്നത് നമ്മുടെ ഹീറോയാണ്. അപ്പോൾ ഇത് കേട്ട് ഇവളൊന്ന് ഷോക്കാവാൻ കേട്ടോ. അപ്പോൾ ഇന്ന് ജോയിൻ ചെയ്യാൻ പോകേണ്ടത് ഇവളാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്ററാണെങ്കിൽ നമ്മൾ ഗൂവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് വാഗു നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഗൂവിനാണെങ്കിൽ എന്ത് ചെയ്യേണ്ടത് മനസ്സിലാവണില്ല കേട്ടോ. കാരണം നമ്മുടെ ഗൂ പറഞ്ഞിട്ടുണ്ടാകുന്നത് നമ്മുടെ ഹീറോയിൻ്റെ കാര്യമായിരിക്കും. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവളെ വിളിച്ചിട്ടായിരിക്കും ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചിരിച്ചിട്ട് പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, അവളെന്ന് തൽക്കാലം ജോബിന് വന്നോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവൾക്ക് ഉള്ളിൽ നല്ല ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ചിന്തിക്കുന്നുണ്ട് ഈ ടാൻ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് അവൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൂ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗൂവിന് നല്ല വിഷമമൊക്കെ വരുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഗൂ ആണെങ്കിൽ ആ സ്റ്റെപ്പ് സിസ്റ്ററും കൂടെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്ററാണെങ്കിൽ നമ്മുടെ ഹീറോനെ വന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. എന്നിട്ട് പറയണ്ടേ ഞാൻ നിങ്ങൾക്ക് $50 തരാം, പക്ഷേ എനിക്ക് ഗോവിൻ്റെ അസിസ്റ്റൻ്റ് ആവണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ കാശെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളാണ് കാണിക്കുന്നത്. പിന്നീട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോനെ കോൾ ചെയ്തിട്ട് പറയാണ് ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനും ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ മീറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് മതിലിൻ്റെ ആക്ടിങ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ നല്ല രീതിയിലാണ് ആക്ട് ചെയ്തത്, എന്തായാലും ഈ ആക്ടിങ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഈ സ്റ്റെപ്പ് സിസ്റ്ററാണെങ്കിൽ അവൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, അത് ഓർത്തിട്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയാണ് ഇന്നത്തോടെ നമ്മുടെ അഗ്രിമെൻ്റ് എല്ലാം ഫിനിഷ് ആക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് റൂൾ തന്നെ നീ തെറ്റിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് ഫസ്റ്റത്തെ ട്രസ്റ്റിംഗ് ആണ്, അത് നീ എന്തായാലും നിന്നെ ട്രസ്റ്റ് ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവനൊരു മാല വാങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ മാലയാണെങ്കിൽ ഉണ്ടല്ലോ അത് എറിഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ ഹീറോയിൻ ബായ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ മെയിലിൽ നമ്മൾ തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ വീണമാല ഉണ്ടല്ലോ അതാണെങ്കിൽ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൻ അത് നോക്കി കഴിഞ്ഞിട്ട് എന്തോ തിങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിന് ശേഷം കാണിക്കേണ്ടത് സ്റ്റെപ്പ് സിസ്റ്റർ ആണെങ്കിൽ അവിടേക്ക് വന്നിട്ടുണ്ടായിരിക്കും നമ്മുടെ ഗൂവിൻ്റെ അസിസ്റ്റൻ്റായിട്ട്. അപ്പോൾ ഈ ടൈമിലേക്കാണെങ്കിൽ ഇവിടേക്കാണെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോബ് കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ജാപ്പനീസ് ലാംഗ്വേജ് ആയിരിക്കും, അത് ഇവൾക്ക് അറിയണമല്ലോ കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗൂവാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കേണ്ട ആ സമയത്ത് ഹീറോ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹീറോയുടെ സംസാരിക്കുന്ന സമയത്ത് ഗൂ പറയാണ് എന്ന് നിങ്ങൾ സംസാരിക്കും ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ വന്ന് പോകണ്ടിട്ട്. എന്നിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത് ഹീറോ പറയുന്നുണ്ട് നീ തന്നെയാണ് തന്നെ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെണ്ണിന് എന്ത് ചെയ്യണമെന്ന് പറയുന്നത് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഗൂനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ 2 ടിക്കറ്റ് കൊടുക്കും മൂവിയുടെ. എന്നിട്ട് പറയുന്നുണ്ട് ഹീറോയിനെയും കൊണ്ടുവരാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗൂവാണെങ്കിൽ നേരെ ഹീറോയിൻ്റെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് ഇവളോടാണെങ്കിൽ ആ ടിക്കറ്റ് കൊടുത്തിട്ട് പറയാണ് നമുക്കിന്ന് മൂവിക്ക് പോയാലും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഗൂവും അതുപോലെ തന്നെ ഹീറോയിനും അവർ 2 പേരും മൂവി കാണാൻ വരാൻ കേട്ടോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോയും ആക്ടർ പെണ്ണ് വന്നിട്ടുണ്ടായിരിക്കും.
അപ്പോൾ നമ്മുടെ ഹീറോക്കിനാണെങ്കിൽ ഈ ആക്ടർ പെണ്ണും നമ്മുടെ ഹീറോയും ഒരുമിച്ച് ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അവൾക്ക് നല്ല ജലസി ഫീൽ ആവുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹീറോയ്ക്കും ഇവർ തമ്മിൽ ക്ലോസ് ആയി നിൽക്കുന്നതുകൊണ്ട് ജലസി ഫീൽ ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ പെയ്യും വന്നിട്ടുണ്ടായിരിക്കും, വാൻ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ വാൻ്റെ കണ്ണെപ്പോഴും നമ്മുടെ ആക്ടർ പെണ്ണിൻ്റെ മുകളിലാണ് കേട്ടോ. ഇവൻ പറയുന്നത് അവളെങ്ങനെ വളച്ചെടുക്കുന്നു പറയണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരിക്കും അവിടെ കേട്ടോ. എന്നിങ്ങനെ മൂവിയൊക്കെ സ്റ്റാർട്ട് ആവാൻ കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ വാനാണെങ്കിൽ ആക്ടർ പെണ്ണിനെ നോക്കുന്നുണ്ട്, നമ്മുടെ സിസ്റ്റർ ആണെങ്കിൽ പെയിനെ നോക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ഹീറോയിനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഞാൻ റെസ്റ്റ് റൂമിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവളെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഹാൻ പറയാണ് ആക്കതേ അവളെ ഒറ്റയ്ക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹാനാണെങ്കിൽ അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആക്ടർ പെണ്ണിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ, അവരുടെ സംസാരിക്കാൻ. ഇവൾക്കാണെങ്കിൽ നല്ല ദേഷ്യക്ക് വരേണ്ട. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ സിസ്റ്ററാണെങ്കിൽ പേരെടുത്ത് വന്നിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ റെസ്റ്റ് റൂമിൽ നിന്ന് വന്നിട്ട് വരുന്ന ടൈമിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോയും ചോദിക്കുന്നത് നീ എന്തിനാ എന്നെ ഫോളോ ചെയ്ത് വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇതെന്തിനാണ് എനിക്ക് തന്നത് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് അത് ഞാൻ ഒരെണ്ണം അഡീഷണൽ ആയിട്ട് വാങ്ങി തന്നെ നിനക്ക് വേണമെങ്കിൽ നീ എടുത്തോന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് എടുത്തോടത്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹാനാണെങ്കിൽ ആക്ടർ പെണ്ണിൻ്റെ അടുത്ത് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഇവൾക്ക് ദേഷ്യം വന്നിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ ഇതൊന്നും പറയേണ്ടത് നമ്മുടെ ഹീറോൻ്റെ പ്ലേസാണ് എനിക്ക് പോകാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹാൻ എന്തോ പോലെ അവൻ്റെ ആ ടൈമിൽ ഹീറോ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഹീറോയുടെ സിസ്റ്റർ ആണെങ്കിൽ അവൻ്റെ ഡ്രോയിങ്സ് വരച്ചിട്ടുണ്ടായിരിക്കുമോ പെയ്യുടെ ആ ഡ്രോയിങ്സ് അവിടെ വെച്ചിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹാൻ പറയണം എന്നെ ഡാമേജ് ചെയ്ത് വിട്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ കൂന ഹീറോയിനാണ്. നമ്മുടെ ഗൂവാണെങ്കിൽ ഹീറോയിന് വേണ്ടി ഒരു പൂ വാങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ജലസായിട്ട് അവൻ ആ പൂ കംപ്ലീറ്റ് വാങ്ങിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഇവൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ പൂ എത്ര വാങ്ങിച്ചോക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ആ കുട്ടീനെ സേവ് ചെയ്യാൻ വേണ്ട വാങ്ങിയതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗൂവും ചിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിനെ നെക്സ്റ്റ് ജോയിൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ ഗൂവിൻ്റെ കൂടെ. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ഹീറോ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ വന്ന് കഴിഞ്ഞിട്ട് അവിടെ വെൽക്കം പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഇവൾക്കൊരു റൂമൊക്കെ നമ്മുടെ ഹീറോ ആണെങ്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഗൂവിൻ്റെ റൂമിലായിരിക്കില്ല, വേറെ റൂമായിരിക്കും, അവിടേക്ക് പോയിട്ട് ഇരുന്നൊന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഗൂ പറയുന്നുണ്ട് അവൾ എൻ്റെ സെക്രട്ടറിയാണ്, എൻ്റെ റൂമിൽ വർക്ക് ചെയ്താൽ പറഞ്ഞിട്ട് അവൾ അവിടെ കൊണ്ടുപോയിട്ട്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് എന്തുപോലെ ആവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗൂ ആണെങ്കിൽ വർക്ക് ചെയ്യാൻ നോക്കിയിരിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ അവനൊരു സമാധാനമില്ല. അവനാണെങ്കിൽ അതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അതൊരു പ്രാവശ്യമല്ല 2-3 പ്രാവശ്യം പോകുന്നുണ്ട്. ഇതിനോട്ട് നമ്മുടെ ഹീറോയിന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നമ്മുടെ ഗൂവും അവൾ ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ കണ്ടിട്ട് ജലസ് ഫീൽ ആവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഗൂവിൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ് എനിക്കൊരു ഡൗട്ട്സ് ഉണ്ട്, അതൊന്ന് അവളോട് ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനോട് വിടാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗൂവാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ചില അപ്പോൾ അവൾ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്കാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ ചെല്ലുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ അവന് കൊടുത്ത മാലയിട്ടായിരിക്കുമല്ലോ ആ മാലയാണെങ്കിൽ അവൻ തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവളെ കഴുത്ത് നോക്കുന്ന സമയത്ത് അവളെ കഴുത്തിലും സെയിം മാല കാണുന്നുണ്ട് കേട്ടോ. ഹീറോയിൻ പറയേണ്ടത് നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്താമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ വാങ്ങുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ തിങ്ക് ചെയ്യാണ് അവൻ ഞാൻ എത്ര കഷ്ടപ്പെട്ട മാല കൊടുത്തത്, എന്നിട്ട് അവനാണെങ്കിൽ അത് എനിക്ക് തിരിച്ചതില്ലെന്ന് പറഞ്ഞിട്ട് ഇവള് വിഷമിക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം കാണിക്കേണ്ടത് നമ്മുടെ ഹീറോനാണ്. ഇവനാണെങ്കിൽ അവളൊരു സെക്യൂരിറ്റി ഓഫീസറായിട്ട് പോയിക്കാണ് കേട്ടോ. അതായത് അവിടെ ഒരുപാട് VIPsകൾ വരുന്നുണ്ട്, അവിടെ ഒരു പാർട്ടി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ലീഡ് ചെയ്യുന്നത് നമ്മുടെ ഹീറോ ആയിരിക്കും. കാരണം ഇപ്പോൾ ആ സിറ്റിയുടെ കൺട്രോൾ അവനാൽ കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഈ ടൈമിൽ നമ്മുടെ ഗൂവും പയ്യും അതുപോലെ വാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഗൂവിനെ കാണുന്നുണ്ട് കേട്ടോ. ഗൂവിനെ കണ്ടു കഴിഞ്ഞിട്ട് ഇവന് നല്ല ഹാപ്പി ആയിട്ട് അവൻ്റെ അടുത്ത് വന്നിട്ട് അവനെ ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഗൂവിന് നല്ല ഹാപ്പി ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം ഒരേ വിഷയമുള്ള ഒരു ഓഫീസറായിട്ട് അവൻ മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോൻ്റെ സിസ്റ്റർ ആണെങ്കിൽ ഉണ്ടല്ലോ ലുക്കനെ മാറ്റി കഴിഞ്ഞിട്ട് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പെയിനെ മീറ്റ് ചെയ്യാനാണ്. അതിന് ശേഷം നമ്മുടെ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവിടെ പിയോനെ വായിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് അവിടേക്ക്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ സ്റ്റെപ്പ് മദർ കൂടെ പോകാണ്ട് അവളാണെങ്കിൽ നീങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ വാനും എല്ലാവർക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർക്കാണെങ്കിൽ ഗൂവിനെ കണ്ട് കഴിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി കേട്ടോ. നമ്മുടെ ഗൂവാണെങ്കിൽ ഹീറോയിനെ തപ്പി നോക്കാൻ കേട്ടോ. എന്നിട്ട് സ്റ്റെപ്പ് സിസ്റ്റർ അടുത്ത് സംസാരിക്കാണ്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് പോകേണ്ട. ഈ സമയത്ത് അവളുടെ ഫ്രണ്ട് പറയാണ് എന്താ നിൻ്റെ മൈൻഡ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ട് വിളിക്കും ദേഷിക്കാവുണ്ട്. എന്നിട്ട് ഗൂ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലൊക്കെ മെമ്മറീസ് കാര്യങ്ങളൊക്കെ ഓർത്തെന്ന് പറയാൻ
എന്ന് പറയാണ് സ്റ്റെപ്പ് സിസ്റ്റർ നമ്മളെ നോക്കണമെന്നൊക്കെ പറയേണ്ട. ആ സമയത്ത് നമ്മുടെ ഗൂം പറയേണ്ട അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയേണ്ടി കേട്ടോ. അപ്പോൾ ഇതേ ടൈമിലാണെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്ററാണെങ്കിൽ സ്റ്റെപ്പ് മദർ അടുത്ത് പറയണ കണ്ട അവർ തമ്മിൽ നല്ല കോഴ്സാന്ന് പറയുന്നത് കേട്ടോ. ഇവള് അവനെ സെഡ്യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ റെസ്റ്റ് റൂമിൽ പോകുന്ന സമയത്ത് നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർ ഫോളോ വന്നിട്ട് പറയുകയാണ് നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുന്നത്, നീ എൻ്റെ ഗൂനെ വളച്ചെടുക്കാൻ നോക്കണം എന്നൊക്കെ ചോദിക്കേണ്ട. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് നിന്നേക്കാളും മുന്നേ എനിക്ക് ഗൂന അറിയാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീ വല്ലാണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഇവൾക്കൊരു തട്ട് കൊടുത്ത് അവിടെ നിന്ന് പോകേണ്ടത് കേട്ട് ഇവൾക്കും ഭയങ്കര ദേഷ്യക്കാൻ വേണ്ടിട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോ ആക്ടർ പെണ്ണൊക്കെ വന്നിട്ടുണ്ടായിരിക്കും അവിടെ. അപ്പം നമ്മുടെ ഹാനാണെങ്കിൽ അവരെ കണ്ടിട്ട് തീരെ അങ്ങോട്ട് സഹിക്കണില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആക്ടർ പെണ്ണിൻ്റെ അടുത്ത് പറയണേ നീ തൽക്കാലം അവിടെ നിൽക്കുന്ന പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഈ ഹാനാണെങ്കിൽ പറയുകയാണേ ഇവർ തമ്മിൽ നല്ല ക്ലോസ് ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗൂ പറയുന്നുണ്ട് അവർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സൊക്കെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോ അതുപോലെ ആക്ടർ പെണ്ണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഹീറോ പോകേണ്ടായിരിക്കില്ല തക്ക നോക്കി ഹാനാണെങ്കിൽ അവിടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പെയിൻ പറയുകയാണെങ്കിൽ ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ചേസ് കഴിച്ചിട്ട് അവരെന്നെ ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹാനാണെങ്കിൽ ആക്ടർ പെണ്ണിൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹാൻ പറയുകയാണെങ്കിൽ നിനക്ക് കമ്പനി തരാൻ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചേസ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ആക്ടർ പെണ്ണിന് ദേഷ്യം വന്നിട്ട് ഇവളാണെങ്കിൽ പറയും നിൻ്റെ ചേഴ്സിക്ക് ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വെറുതെ തന്നെ പറയും കൂടെ നടക്കണ്ട. അപ്പോൾ ഈ സീനും കാണിച്ചിട്ടാണ് നമ്മുടെ പാർട്ട് 4 എൻ്റെ ആവണത് കേട്ടോ.